ഹായ്, വെൽക്കം ബാക്ക് ടു ലിസിയാസ് ജേണൽ. ഐ ആം ലിസിയമ്മ. ഒരു വൈൻഡ് അപ്പ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ആദ്യമേ തന്നെ ടർക്കി യാത്ര പൂർത്തിയാക്കാൻ ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. 9 ദിവസത്തെ യാത്രയായിരുന്നു. 8 നൈറ്റും 9 ഡേയ്സും. 9ാമത്തെ രാത്രി എന്ന് പറയുന്നത് എയറോപ്ലെയിനിലായിരുന്നു. അങ്ങനെ 10ാമത്തെ ദിവസം രാവിലെയാണ് തിരുവനന്തപുരത്തു നിന്ന് പോയ ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത്. യാത്ര സന്തോഷപ്രദവും സുഖപ്രദവുമായിരുന്നു. ചില കാര്യങ്ങൾ വെച്ചാൽ കാഴ്ചകളെല്ലാം നിങ്ങൾ മിക്കവാറും എല്ലാം കണ്ടു കഴിഞ്ഞു. പൊതുവെ യാത്രയെ പറ്റിയുള്ള ഒരു അവലോകനം നിങ്ങളുടെ അടുക്കൽ പ്രേക്ഷകരെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കണ്ട തുർക്കിയുടെ 12ാമത്തെ എപ്പിസോഡാണ്. കുറേ പേര് എൻ്റെ കൂടെ യാത്ര ചെയ്തു, നല്ല കമൻറ്റുകളൊക്കെ ഇട്ടു. വളരെ സന്തോഷം. ഈ യാത്രയുടെ എക്സ്പെൻസിനെ പറ്റി പറയുമ്പോൾ 1,75,000 രൂപ പെർ ഹെഡ് ആയിരുന്നു മുടക്കിയത്. ഞങ്ങൾ 39 പേരാണ് പോയത്. ഇതിൽ നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ആൻഡ് ഫ്രോ, അക്കോമഡേഷൻ, 3 ടൈംസ് ഫുഡ്, അത്യാവശ്യം എല്ലാ ചിലവുകളും അതിൽ തന്നെ കടന്നു പോകും. പിന്നെ നമ്മൾ പൈസയൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കറിയാമോ, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ എവിടെ വിസിറ്റിംഗ്, അതായത് സൈറ്റ് സീയിങ്ങിനും മറ്റും ഏത് ഏരിയയിൽ ചെന്നാലും നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ടിക്കറ്റ് ചാർജും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമ്മൾ താമസിച്ച ഹോട്ടലുകളെ പറ്റി പറയുകയാണെങ്കിൽ 3 സ്റ്റാർ ആൻഡ് 4 സ്റ്റാർ ഹോട്ടലുകളായിരുന്നു മിക്കവാറും. നൈറ്റ് ഡിന്നറും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് ലഭിച്ചിരുന്നത്. യാത്രയ്ക്ക് പോകുമ്പോഴുള്ള ലഞ്ച് ലഭിച്ചിരുന്നത് ഏത് സ്ഥലത്തേക്ക് പോകുന്നു അവിടെയുള്ള ഒരു ബെസ്റ്റ് ഹോട്ടലിൽ നിന്നായിരിക്കും. ഈ ആഹാരമൊക്കെ തന്നെ വളരെ നല്ലതായിരുന്നു. ഇൻ്റർനാഷണൽ ഫുഡ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഉച്ചയ്ക്കുള്ള ആഹാരം ചെല്ലുന്ന ലോക്കൽ ഹോട്ടലുകളിൽ നിന്നാണ്, എങ്കിലും അതും മിക്കതും നല്ലതായിരുന്നു. പക്ഷെ ഒരിടത്ത് മാത്രം നമുക്ക് ഫുഡിനെ പറ്റി അല്പം പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അത് വേറെ രക്ഷയില്ല. ആ ഏരിയയിലെ ലോക്കൽ ഫുഡ് അതായിരുന്നു. അതായത് മത്തിയൊക്കെ എയർ ഫ്രൈ ചെയ്ത് അതുപോലെ കടലിൽ നിന്ന് പിടിച്ചുപെടുത്തി തന്നിരിക്കുന്നത്. അന്നത്തെ ഉച്ചകളത്തെ ആഹാരം പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ കുറവ് തീർത്തും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് നല്ല ഫുഡ് തന്നെയാണ് ലഭിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാമായിരുന്നു. നമ്മൾ താമസിച്ച ഹോട്ടലുകളാണെങ്കിലും നല്ല കംഫർട്ടബിൾ ഏരിയയൊക്കെ. ഈ 3 ടൈംസ് ഫുഡ് കൂടാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് സ്നാക്സോ അല്ലെങ്കിൽ ബിവറേജസ്, കോഫിയോ ടീയോ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം കയ്യിൽ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് 1.5 മണിക്കൂർ കൂടുമ്പോൾ ബസ് നിർത്തുമായിരുന്നു. ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല കടകളിലോ നിർത്തുമായിരുന്നു. നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചായയോ സ്നാക്സോ എന്തൊക്കെ ആവശ്യമുണ്ടോ, ചെറിയ ചെറിയ അല്ലാതെ ഗിഫ്റ്റ് ഐറ്റംസോ ഒക്കെ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വാഷ്റൂമിനെ പറ്റി പറയുവാണെങ്കിൽ ഇത്ര സൂപ്പർ എക്സലൻറ്റ് ഒരിടത്തെയും ഒരു വാഷ്റൂമും നമുക്ക് ചീത്തയായിട്ട് തോന്നിയില്ല. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കും, പലരും യാത്രാവേളകളിലൊക്കെ അറിയിക്കാറുണ്ട്, പെട്രോൾ പമ്പിലൊക്കെ കയറുമ്പോൾ അവിടുത്തെ ടോയ്ലറ്റ്സ് അടഞ്ഞു കിടക്കുന്നു, ലേഡീസിന് വേണ്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഇല്ല, നല്ല ക്ലീൻ അല്ല. ഈവൻ ഞാൻ തന്നെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഒറീസയിലൊക്കെ പോയപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പം അന്തിച്ചിറങ്ങി തിരിച്ചു പോന്നിട്ടുണ്ട്. കാരണം മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഈ യാത്രകളിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആശങ്കയും അതായിരുന്നു കേട്ടോ. ഒരു ടോയ്ലറ്റിലൊക്കെ കയറിയാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അത് വളരെ ക്ലീൻ, നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു. ഞങ്ങളിലെ ചിലർക്കൊക്കെ തണുപ്പിൻ്റെ ആധിക്യം കൊണ്ട് പനി പിടിച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വന്നെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോഴേ ഒരു ചെറിയ പനിക്കോളും കൊണ്ടൊരു ചുമ ഒക്കെ പോലെ കൊണ്ടാണ് പോയത്. പക്ഷേ പുള്ളിക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ നല്ല, അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഫീവറായി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഫീവറായി. പിന്നെ ചിലർക്കൊക്കെ ആയി. പിന്നെ മടങ്ങി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ക്ഷീണവും ഒക്കെ ആയിരുന്നു അധികം പേർക്കും. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അധികം പേരും സീനിയർ സിറ്റിസൺസ് ആയിരുന്നു. 2 കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും മാത്രമേ എങ്ങായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം 55-60 വയസ്സിന് മുകളിൽ. 86 വയസ്സുള്ള ഒരു അങ്കിളും
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യവാനായിട്ട് തിരികെ വന്നെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റിയത്, ഇവിടുന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഏകദേശം ഒരു 20-21 ഡിഗ്രിയാണ് പ്രതീക്ഷിച്ച് ഞങ്ങൾ പോയത്. അപ്പോൾ അതിന് തക്ക കമ്പിളി വസ്ത്രങ്ങളും ഒക്കെ നമ്മൾ കരുതിയിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഇറങ്ങിയതുമല്ല, തണുപ്പിൻ്റെ ആധിക്യം കൊണ്ട് അന്ന് രാത്രിയിൽ അവിടെ കുറച്ച് കിടക്കാനുള്ള സാധനം കിട്ടി. രാവിലെ ആയി പുറത്തോട്ടിറങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അന്ന് തന്നെ എല്ലാ പേരും, അതായത് ഒരു 95% ആൾക്കാരും അവിടുന്ന് ജാക്കറ്റും മറ്റും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കുകയുണ്ടായി. അതാണ് നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ വേണം പോകാൻ. ഇതിലൊക്കെ നെറ്റിലോ അന്നേരം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയെങ്കിലും ഓരോ ദിവസവും കാലാവസ്ഥകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം എവിടെ യാത്രയ്ക്ക് പോയാലും പോകാൻ. പിന്നെ പനിക്കും മറ്റും വേണ്ട മരുന്നുകളൊക്കെ നമ്മുടെ കരുതിയിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാവരും ഓക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു കൂടെ യാത്ര ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഡേയിൽ എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പോയ ഒരു സ്ഥലമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സെക്കൻഡ് സുന്നഹദോസ് കൂടിയ സ്ഥലവും. അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. മ്യൂസിയത്തിലൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ ആ മരങ്ങളൊക്കെ കണ്ടോ, അത് 1000 വർഷങ്ങളിലധികം ആയുസ്സുള്ള മരങ്ങളാണ് അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ മ്യൂസിയം കയറി കാണാഞ്ഞത്, നമ്മളൊന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനായിട്ട് മണിക്കൂറുകളെടുക്കും. ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് 1:30 ഫ്ലൈറ്റായിരുന്നു. അവിടുന്ന് കുറേ ദൂരം സഞ്ചരിക്കാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി അവസാനത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോയതാണ്. മ്യൂസിയത്തിൻ്റെ പടിക്ക് ചെന്ന് നിന്നു. പിന്നെ അവിടെ നമുക്കൊരു ഷോപ്പിംഗ് മാള് പോലെ ഒരു സ്ഥലത്ത് കയറി. ഇത് കണ്ടോ, ഞങ്ങളുടെ ഗൈഡാണ് കൂടെ നിൽക്കുന്നത്. അത് അവിടുത്തെ ലാസ്റ്റ് ഫോട്ടോ എടുത്തതാണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ കയറി. അവിടെ നിന്ന് എടുത്ത മാലയാണ് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. വെള്ളത്തിനെ പറ്റി എല്ലാവർക്കും ഒരു പ്രശ്നം തോന്നിച്ചിരുന്നു ആദ്യം. കാരണം നമ്മൾ ഹോട്ടൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഓരോ കുപ്പി വെള്ളമേ തന്നിരുന്നുള്ളൂ. അതായത് 500 ml. അത് നമുക്ക് എങ്ങും തികയില്ലെന്നറിയാം. ഈ തണുപ്പതിൽ നമ്മൾ വെള്ളം ചൂടാക്കി കുടിക്കുമ്പോൾ പങ്കാലത്തെ ചായയും കാപ്പിയും ഒക്കെ ഇട്ട് കുടിക്കും. അതിനൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഏജൻസിയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിലധികം വെള്ളം തരുന്നുണ്ടായിരുന്നു. ബസ്സിൽ നമുക്ക് വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം കയ്യിലെടുത്തുകൊണ്ട് പോരാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട തുർക്കി. ഈ യാത്രയെപ്പറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ തുർക്കി എന്ന രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി, അതിൻ്റെ മനോഹാരിത, രാജ്യത്തിൻ്റെ വികസനം, ചരിത്രം, അവരുടെ വിശ്വാസം, സംസ്കാരം എന്നിവ നേരിട്ട് മനസ്സിലാക്കാനും ആസ്വദിക്കാനുമായിട്ട് നമുക്ക് സാധിച്ചു. ശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 പള്ളികളുടെയും മഹത്തായ 3 മസ്ജിദുകളും സന്ദർശിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ലവോദിക്ക കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു ഹിരാപ്പോലിസ് എന്ന സ്ഥലത്തേക്കാണ്. ആ ഹിരാപ്പോലിസിലെ ചൂടുവെള്ളം അത് നമുക്ക് ഒരു അത്ഭുതം ഉളവാക്കുന്നതായിരുന്നു. അതുപോലെ ആ വെള്ളം ഒഴുകി അടിഞ്ഞു ചേരുന്ന കോട്ടൺ കാസിൽ, നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, മഞ്ഞുമല പോലെ തോന്നിക്കും. പക്ഷെ ആ കോട്ടൺ കാസിൽ ഒക്കെ വളരെ അത്ഭുതമുളവാക്കുന്ന കാഴ്ചയായിരുന്നു. വിശുദ്ധന്മാരുടെ കാൽച്ചുവടുകളിൽ നടക്കുവാനും ചിലരുടെയെങ്കിലും ശവകുടീരങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അതൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു. അങ്ങനെ തുർക്കിയോട് വിട പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. കാരണം ഈ വെളിപ്പാട് പുസ്തകമൊക്കെ പള്ളിയിൽ പഠിപ്പിക്കും, അച്ഛന്മാർ പഠിപ്പിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തതിലൊക്കെ അപ്പുറമായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വാസ്തവികത, അതായത് ഇത് സത്യമായിരുന്നു, ഇത് സത്യമാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് അവിടെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ അത് ഉറപ്പിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ പറയും, തോമാസിനെ പോലെ നമ്മൾ കണ്ടു തന്നെയാണ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ പ്രേക്ഷകരിലേക്കും എത്തിക്കുവാൻ മാക്സിമം ഞാൻ ശ്രമിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന്
ഷൂട്ട് ചെയ്യാൻ, അതായത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പരിമിതികളുണ്ടായിരുന്നു. ബസ്സിൻ്റെ സൈഡിലെ ഗ്ലാസ്സിൽ കൂടി എടുത്ത ഫോട്ടോകളും വീഡിയോസുമാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. കേരളത്തിലാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇസ്താംബൂളിൽ നിന്നും ആകാശയാത്ര തുടങ്ങി. നിങ്ങൾ ആകാശത്തുനിന്ന് താഴേക്ക് എൻ്റെ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിച്ചേ, എന്ത് ഭംഗിയാണെന്നറിയാമോ അത് കാണാനേ. ഇസ്താംബൂളിൽ നിന്ന് നേരിട്ട് വരുന്നത് ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആ വക രാജ്യങ്ങളുടെ മുകളിൽ കൂടെയാണ്. അവിടെയുള്ള ആ കാഴ്ചകൾ കണ്ടോ, പാറക്കെട്ടുകളുടെ മുകളിലുള്ള ഐസ്, ഇതൊക്കെ നേരെ ഞാൻ മേളിൽ നിന്ന് കാണുന്ന ആ കാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിച്ചു. ഈ ആകാശക്കാഴ്ചകൾ അത് വളരെ റെയറാണ് ഇങ്ങനെ കിട്ടുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആകാശത്തൂടെ അതിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രേക്ഷകർ കൂടി കാണട്ടെ എന്ന് കരുതി ഞാനത് കോപ്പി ചെയ്ത. ഇപ്പോൾ ഷാർജയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഭംഗിയാണ് നമ്മളീ കാണുന്നത്. ഇത് ഷാർജ നഗരം ആണ്. കാരണം ഷാർജയുടെ മുകളിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കുള്ള ഭംഗി ഇത് കുറേ ഉണ്ടായിരുന്നു. ഞാനത് ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പ്രേക്ഷകരോടുകൂടി ഇത് ആസ്വദിക്കാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഷാർജ എന്ന വൻ നഗരത്തിലെ കെട്ടിടങ്ങളും അതിൻ്റെ ബൗണ്ടറികളും പിന്നെ റോഡുകളും എല്ലാം ദീപാലങ്കാരം ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിക്കുന്നത്. അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഇതത്ര ഇതായിട്ട് തോന്നിക്കുകയില്ല, പക്ഷെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെപ്പോലുള്ളവർക്ക് അത് ഭംഗിയാണ്. അപ്പം ഇതുവരെ എന്നോടുകൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും ഒപ്പം എൻ്റെ ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു. പ്രായം വെറും നമ്പറാണെന്നേ. നമ്മൾ ജീവിക്കാൻ വഴിയുണ്ടെങ്കിൽ, പൈസ കയ്യിലുണ്ടെങ്കിൽ പോയി ഈ സ്ഥലങ്ങൾ, ഇത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ പോയി കാണണം. ഒറ്റയ്ക്ക് പോകുന്നതിലും ഗ്രൂപ്പായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പ്രായമുള്ളവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഗ്രൂപ്പായിട്ട് പോകുമ്പം ഒരു മ്യൂച്വൽ സപ്പോർട്ടും എല്ലാം എല്ലാവരിൽ നിന്നും നമുക്ക് ലഭിക്കും. വി ആർ സേഫ് ദെയർ. സുഖമായിട്ട് പോയി യാത്ര ചെയ്ത് നമ്മൾ പിന്നെ ഒന്നിനെപ്പറ്റിയും അറിയണ്ട. നമ്മൾ പൈസ എങ്ങനെ കൊടുത്താൽ മതി. വിസയും ടിക്കറ്റും അക്കോമഡേഷനും യാത്രാ ചെലവുകളും ഫുഡും എല്ലാം അവർ കരുതിക്കൊള്ളും. അപ്പം ഞങ്ങൾ ഏതൊക്കെ ഹോട്ടലിൽ താമസിച്ചു എന്നും ഞങ്ങളുടെ ഏജൻസിയുടെ നമ്പറും അടങ്ങുന്ന ഒരു ചെറിയൊരു ഇത് ഞാനിതിൽ കണക്ട് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ കാണുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏജൻസിയെ വിളിക്കുകയും ചെയ്യാം. മനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇതുവരെ എന്നെ വീക്ഷിച്ചതിന് നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ.